ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു ഇന്റർവ്യൂ കാണിച്ചുകൊണ്ടാണ്. ഡോക്ടർ ആലീസ് ക്രിപ്പിൻ എന്നൊരാളാണ് ഈ ഇന്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. അതായത് മീസൽസ് വൈറസിൽ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തിയിട്ട് ക്യാൻസറിനെ ക്യൂർ ആക്കാനുള്ള ഒരു സിറ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കുറെ ആളുകളിൽ അവർ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിപ്ലവകരമായ കാര്യത്തെക്കുറിച്ചിട്ടാണ് അവർ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ കരുതിയ പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആദ്യമൊക്കെ വിജയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ മരുന്ന് കൊടുത്ത ആളുകളൊക്കെ ഒരു തരത്തിലുള്ള സോംബികളായിട്ട് മാറി. അവരെ പറയുന്നത് ഡാർക്ക് സീക്കേഴ്സ് എന്നാണ്. ആ സോംബികളാണ് ഇപ്പൊ സിറ്റി മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലോകമാണ് ഇനി കാണിക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായി. ഒരു US ആർമി വൈറോളജിസ്റ്റ് ആയ റോബർട്ട് നെവിലിനെയാണ് ഇനി കാണിക്കുന്നത്. ഇയാളിപ്പോ മാൻഹാട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. അയാളുടെ കൂടെ സാം എന്നു പേരുള്ള അയാളുടെ വളർത്തുനായ മാത്രമാണുള്ളത്. അവരിപ്പോ ഭക്ഷണം തേടി സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സിറ്റിയുടെ അവസ്ഥയാണെങ്കിൽ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളും സിറ്റിയിലൂടെ പോകുന്നുണ്ട്. ഒരു മാനിനെ പിടിക്കാനാണ് അവരുടെ ശ്രമം. അവർ നോക്കുമ്പോൾ കുറെ മാനുകളൊക്കെ അതിൽ ഓടിപ്പോകുന്നുണ്ട്. നെവിലാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവറ്റകളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഫോളോ ചെയ്തതിനു ശേഷം അവരൊരു മാനിനെ സ്പോട്ട് ചെയ്തു. എന്നാൽ അതിന് നേരെ ഉന്നം വെക്കുമ്പോഴാണ് പെട്ടെന്നൊരു സിംഹം വന്നിട്ട് ആ മാനിനെ പിടിക്കുന്നത്. നെവിൽ നോക്കുമ്പോൾ വേറെയും കുറെ സിംഹങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഈ സമയത്താണ് അവൻ അവന്റെ വാച്ച് ശ്രദ്ധിക്കുന്നത്. സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഉടനെ തന്നെ നേരെ ഇരുട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഡാർക്ക് സീക്കേഴ്സ് എന്ന് പറയുന്ന സോംബികളുണ്ടല്ലോ, അവറ്റകൾ രാത്രിയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. നെവിൽ ഉടനെ തന്നെ സാമിനെയും കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിനകത്തെത്തിയതിനു ശേഷം രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ അവൻ അവന്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം ഷട്ടർ ഇടാണ്. ഇനിയിപ്പോ അതിനകത്ത് വെളിച്ചം ഉണ്ടായാൽ പോലും പുറത്ത് ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ സോംബികളിൽ നിന്ന് അവർ സേഫ് ആണ്. അങ്ങനെ സമയം രാത്രിയായി. അവൻ അവന്റെ പട്ടിയെയും വിളിച്ചിട്ട് അവിടെയുള്ള ഒരു ബാത്ത് ടബിൽ ഒളിച്ചിരിക്കുകയാണ്. കയ്യിലൊരു തോക്കും പിടിച്ചിട്ടുണ്ട്. പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ആ സോംബികളുടെ അലർച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആ സോംബികളൊക്കെ അവന്റെ വീടിന്റെ അടുത്തറ്റം വരെ വരുന്നുണ്ട് എന്ന ആ അലർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനാണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ ആ ബാത്ത് ടബിന്റെ അകത്ത് തന്നെ കിടക്കുകയാണ്. ഈ സമയം അവൻ ചെറിയൊരു ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് അവന്റെ ഫാമിലിയുടെ കാര്യമാണ്. അവന് ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ആ വൈറസ് ഒക്കെ സ്പ്രെഡ് ആയതിനെ തുടർന്നിട്ട് ആ സ്ഥലത്ത് നിന്നും അവരെ മാറ്റാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൻ. പക്ഷെ അവന് പോകാൻ സാധിക്കത്തില്ല. കാരണം ആ വൈറസിന് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ആ ഐലൻഡിൽ നിന്നിട്ട് അവന്റെ ഭാര്യയെയും മക്കളെയും അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവരവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് കുറെ സോംബികൾ അറ്റാക്ക് ചെയ്തതിനെ തുടർന്നിട്ട് മറ്റൊരു ഹെലികോപ്റ്റർ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞു വരുന്നത്. അത് നേരെ ഇവന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന ആ ഹെലികോപ്റ്ററിൽ ചെന്നാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ 3 പേരും മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു കാര്യമാണ് അവൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവൻ എഴുന്നേറ്റ ഉടനെ നേരെ ചെല്ലുന്നത് അവന്റെ ലാബിലേക്കാണ്. ഇപ്പോഴും ആ വൈറസിന് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ. ആ ഡോക്ടർ ക്രിപ്പിൻ ആണല്ലോ ആ വൈറസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിപ്പിൻ വൈറസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവനിപ്പോ സോംബികളായ 20ഓളം എലികളെ കുറെ കൂട്ടിലടച്ചു വെച്ചിട്ടുണ്ട്. ആ എലികളിലൊക്കെ 20ഓളം സിറവും അവൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ച് എലികളൊക്കെ ചത്തുപോയി. ബാക്കിയുള്ള എലികളാണെങ്കിൽ ഇപ്പോഴും സോംബിയായിട്ട് തന്നെ തുടരാണ്. എന്നാൽ അവൻ നോക്കുമ്പോൾ ഒരു എലിയുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. അതിപ്പോൾ അധികം അക്രമാസക്തനല്ല. മാത്രമല്ല അതിന്റെ ശരീരവും നോർമൽ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആ പർട്ടിക്കുലർ എലിയിൽ അവൻ കുത്തിവെച്ച ആ മരുന്നിന്റെ പേര് കോമ്പൗണ്ട് 6 എന്നാണ്. ആ എലിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായതുകൊണ്ട് ആ കോമ്പൗണ്ട് 6 എന്ന് പറഞ്ഞ സിറം ഒരു മനുഷ്യനായ സോംബിയുടെ ശരീരത്തിൽ കുത്തിവെക്കാനാണ് അവനിപ്പോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ സാമിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പതിവ് പോലെ തന്നെ അവൻ ആദ്യം പോകുന്നത് അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഈ സൂപ്പർ മാർക്കറ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അവനിപ്പോ അവിടെ ഒറ്റപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്. ആ ഒരു ഫീലിംഗ്സ് ഒഴിവാക്കാൻ വേണ്ടി ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് അവൻ കുറെ പ്രതിമകളെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ വാതിൽക്കലും അവൻ ഒരു പ്രതിമയെ നിർത്തിയിട്ടുണ്ട്. ഇതിനവൻ വിളിക്കുന്നത് ഫ്രെഡ് എന്നാണ്. അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടാണ് താൻ ജീവിക്കുന്നത് എന്ന ഫീലിംഗ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ആ കടയിലേക്ക് കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവൻ ആ പ്രതിമകളോടും സംസാരിക്കുന്നത്. അങ്ങനെ ആ കടയ്ക്കകത്തേക്ക് കയറിയിട്ട് അവന് വേണ്ട ഒരു CD എടുത്തിട്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അടുത്തതായിട്ട് അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു പാലത്തിലേക്കാണ്. ഈ പാലത്തിലേക്കുള്ള അവന്റെ യാത്ര എല്ലാ ദിവസവും അവൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ AM ഫ്രീക്വൻസി വഴി എല്ലാ ചാനലിലേക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് എന്റെ പേര് റോബർട്ട് നെവിൽ എന്നാണ്. ഞാൻ ഈ വൈറസിൽ നിന്ന് സർവൈവ് ചെയ്തിട്ട് ഇവിടെ തനിച്ചാണ് ജീവിക്കുന്നത്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ രാവിലെ സമയത്ത് ഈ പാലത്തിന്റെ മുകളിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി തരാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ മെസ്സേജ് ശ്രദ്ധിച്ചതിനെ തുറന്നിട്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് അവൻ ഡെയിലി ആ പാലത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസവും അവൻ പ്രതീക്ഷിച്ച പോലെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ അവൻ അവിടെ നിന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു മാനിനെ കാണുന്നത്. ഉടനെ തന്നെ അവൻ സാമിനെയും കൂട്ടി ആ മാനിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ പോവാണ്. എന്നാൽ മാനാണെങ്കിൽ
ആണെങ്കിൽ വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അവിടെയുള്ള ഏതോ റൂമിന്റെ അകത്തേക്കാണ് അത് കയറി പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ സാമു അതിന്റെ പുറകെ പോകുന്നുണ്ട്. നെവിൽ ആണെന്നുണ്ടെങ്കിൽ സാമിനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ മാൻ കയറിപ്പോയ ഭാഗത്ത് ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സോംബികൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ സാമിനെ തടയാൻ ശ്രമിക്കുന്നത്. എന്നാൽ സാം അപ്പോഴേക്കും ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. ആ ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടാണ്. എന്തെങ്കിലും ചെറിയൊരു ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് സോംബികൾ ഉണ്ടെങ്കിൽ അവറ്റകൾ ഉറപ്പായിട്ട് അവനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് വളരെ പതുക്കെയാണ് അവൻ സാമിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടേക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ മാൻ അവിടെ ചത്തിടക്കുന്ന അവൻ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ അടുത്തായിട്ട് സാമിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു റൂമിന്റെ അകത്തായിട്ട് കുറെ സോംബികൾ വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. അവറ്റകൾ അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന നെവിൽ ആണെങ്കിൽ പതുക്കെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കൂടെ സാമിനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഒരു മേശയുടെ അടിയിൽ പതുങ്ങിയിരിക്കുന്നതായിട്ടാണ് നെവിൽ കാണുന്നത്. അവൻ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു സോംബി സാമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അവനാണെങ്കിൽ തോക്ക് വെച്ചിട്ട് അതിനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ സാമിനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയം കുറെ സോംബികൾ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് 2-3 സോംബികൾ അവനെ പിടിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നു. എന്നാൽ പുറത്ത് വെളിച്ചത്തെത്തി കഴിയുമ്പോൾ ആ സോംബികൾക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവറ്റകൾ അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അത് നോക്കി നിന്നതിന് ശേഷം നെവിലാണെങ്കിൽ സാമിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷെ അവൻ ആ ബിൽഡിംഗ് വിട്ട് പോയിട്ടില്ല. അവൻ ഇനി ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഒരു സോംബിയെ ജീവനോടെ പിടിക്കണം. അതിനുവേണ്ടി അവൻ അവിടെ ഒരു കെണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ വാതിൽക്കലായിട്ട് അവനൊരു വലിയ തുണി വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ പുറത്ത് മുകളിലായി അവനൊരു വണ്ടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ നിന്ന് ഒരു കയറെടുത്തിട്ട് അവൻ ആ ബിൽഡിങ്ങിന്റെ വാതിൽക്കൽ വെച്ച തുണിയിലാണ് ഇടുന്നത്. മാത്രമല്ല അവന്റെ കുറച്ച് ബ്ലഡും അവൻ അതിലാക്കിയിട്ടുണ്ട്. അത് ആ സോംബികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവൻ പുറത്ത് തോക്കും പിടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ആ ബ്ലഡിന്റെ മണം അടിച്ചിട്ട് ഒരു സോംബി അങ്ങോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ആ കെണിയിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അതിന്റെ കാൽ ആ കയറിൽ കുടുങ്ങിയ ഉടനെ തന്നെ അവൻ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെയിറ്റ് താഴേക്ക് വീഴാണ്. അങ്ങനെ ആ സോംബി മൊത്തത്തിൽ ട്രാപ്പായി. അതിനെ പിടിച്ചതുകൊണ്ട് തന്നെ ആ സോംബികളുടെ ലീഡർ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പുറത്ത് വെളിച്ചമായതുകൊണ്ട് അത് ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്നില്ല. അത് അവിടെ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അലറിയതിനു ശേഷം അത് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ നെവിൽ പെട്ടെന്ന് തന്നെ ആ കെണിയിൽ കുടുങ്ങിയ സോംബിയെ കൊണ്ട് അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവന്റെ ലാബിൽ എത്തിച്ചതിന് ശേഷം അവൻ ആ സോംബിയെ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ ആ സോംബിക്ക് 18-19 വയസ്സേ പ്രായമുള്ളൂ എന്ന കാര്യം അവന് മനസ്സിലായി. മാത്രമല്ല അത് പെണ്ണാണ്. ഈ സമയത്താണ് അതിന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതൊരു ബട്ടർഫ്ലൈയുടെ ടാറ്റു അടിച്ചതാണ്. അങ്ങനെ ആ ശരീരത്തിലെ മുഴുവൻ പരിശോധനയും കഴിഞ്ഞ ശേഷം അവൻ ആ കോമ്പൗണ്ട് 6 എന്ന് പറഞ്ഞ സീറം ആ സോംബിയുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ്. അതിനുശേഷം വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടും ആ സോംബിയിൽ ഒരു മാറ്റവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്ന് അവൻ ആദ്യം പോകുന്നത് ആ പാലത്തിലേക്കാണ്. ആ മെസ്സേജ് കേട്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് അവൻ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലെത്തുമ്പോൾ അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലത്തെ ഡോറിന്റെ അവിടെയായിട്ടാണല്ലോ അവൻ ആ പ്രതിമയെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫ്രെഡ് എന്ന് പറയുന്ന പ്രതിമയെ. എന്നാൽ അതിപ്പോ നിൽക്കുന്നത് ആ ഡോറിന്റെ അടുത്തല്ല, അവിടെ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. അവനല്ലാതെ വേറെ മനുഷ്യരാരും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവൻ ആ പ്രതിമയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയൊക്കെ പരിശോധിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടെ ഒരു കെണിയിൽ കുടുങ്ങുന്നത്. അവൻ നേരത്തെ ആ സോംബികൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച അതുപോലത്തെ കെണിയായിരുന്നത്. അവനിപ്പോ ഒരു കയറിൽ തൂങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് സമയം വൈകുന്നേരം ആവുമ്പോഴാണ് അവന്റെ ബോധം വരുന്നത്. അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഒരു കത്തി വെച്ചിട്ട് ആ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞ് അവൻ താഴേക്ക് വീഴുമ്പോൾ ആ കത്തി അവന്റെ തുടയിൽ തന്നെ തുളച്ച് കയറുകയും ചെയ്യുന്നു. അവനിപ്പോ മര്യാദക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അവൻ നോക്കുമ്പോൾ സൂര്യനാണെങ്കിൽ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അവൻ എഴഞ്ഞഴഞ്ഞു പുറകിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടെ നിന്നും കുറെ സോംബികളായ നായ അങ്ങോട്ട് വരുന്നത്. നേരത്തെ കണ്ട ആ സോംബികളുടെ ലീഡർ ഉണ്ടല്ലോ, അതാണ് ആ നായകളെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ മൊത്തം ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് ആ നായകൾ ആ ലൈറ്റ് ക്രോസ് ചെയ്തിട്ട് വരുന്നില്ല. നെവിലാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവന്റെ വണ്ടിക്കടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് സൂര്യന്റെ വെളിച്ചം മൊത്തത്തിൽ അവിടെ നിന്ന് പോകുന്നത്. അതോടൊപ്പം തന്നെ ആ നായ്ക്കളെല്ലാം അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നായയാണെങ്കിൽ നേരെ നെവിലിനെയാണ് പിടിച്ചിരിക്കുന്നത്, മറ്റേതാണെങ്കിൽ സാമിനെയും. അങ്ങനെ കുറെ നേരം ആ നായ്ക്കളുമായിട്ട് അവരൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്. എന്നാൽ നെവിലിനെ ആ പട്ടി കടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് സാം അങ്ങോട്ട് വന്നിട്ട് ആ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ നെവിൽ വേഗം തന്നെ അവന്റെ തോക്കെടുത്തിട്ട് ആ പട്ടിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ എല്ലാ പട്ടികളെയും കൊന്നു കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ സാമിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അവൻ ആ പട്ടികളിൽ നിന്ന് കടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വൈറസും അവനിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ സോംബിയായിട്ട് മാറും. അത് മനസ്സിലാക്കിയ ഉടൻ നെവിലാണെങ്കിൽ സാമിനെയും കൊണ്ട് നേരെ അവന്റെ ലാബിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയ ഉടനെ അവൻ ആ മരുന്നെടുത്തിട്ട് സാമിന്റെ ശരീരത്തിൽ കുത്തിവെക്കുന്നു.
എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവനിങ്ങനെ പതുക്കെ പതുക്കെ ആ സോംബിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും സാം സോംബി ആവുന്നതിന് മുമ്പ് നെവിലാണെങ്കിൽ അതിന്റെ കഴുത്ത് ഞെരിച്ചിട്ട് അതിനെ കൊന്നുകളയാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട നായയെ അവന് കൊല്ലേണ്ടി വന്നു. ഇനിയിപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നേരം പുലർന്ന ഉടനെ അവൻ ആദ്യം ചെയ്യുന്നത് സാമിന്റെ ശരീരം സംസ്കരിക്കുക എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നില്ല. അവൻ സിറ്റിയിൽ തന്നെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇന്ന് രാത്രി അവൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അവൻ നേരെ പോകുന്നത് ആ പാലത്തിലേക്കാണ്. ആ സോംബികൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി അവൻ മറ്റൊരു കെണി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ സോംബികൾ എല്ലാവരും കൂട്ടത്തോടെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ നെവിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ വണ്ടിയുമായിട്ട് ചെന്നിട്ട് അവറ്റകളെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം നെവിലും ആ സോംബികളും തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനെയും അങ്ങോട്ട് കൊല്ലാൻ സാധിക്കുന്നില്ല. ആ സോംബികളാണെങ്കിൽ കൂട്ടത്തോടെ ചെന്നിട്ട് അവന്റെ ആ വണ്ടി മറിച്ചിടുകയാണ്. അങ്ങനെ വണ്ടി മലക്കം മറിഞ്ഞു കഴിയുമ്പോൾ നെവിലിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ആ സോംബികളുടെ ലീഡർ അങ്ങോട്ട് വരുന്നത്. അത് വന്ന ഉടനെ തന്നെ നെവിലിനെ കടിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ പെട്ടെന്നാണ് അതിശക്തമായ ഒരു ലൈറ്റ് അങ്ങോട്ട് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സോംബി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. നെവിൽ നോക്കുമ്പോൾ അതൊരു ലേഡിയാണ്. ഇവളുടെ പേര് അന്ന എന്നാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് അയക്കാറുണ്ടായിരുന്നല്ലോ. അത് കേട്ടതിനെ തുടർന്നിട്ടാണ് അവൾ ഇപ്പൊ ആ പാലത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ഉടനെ തന്നെ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അവന്റെ വീടിന്റെ അഡ്രസ് ഒക്കെ അവൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അന്ന അവനെയും കൂട്ടി അവന്റെ വീട്ടിലെത്തി കുറെ സമയത്തിന് ശേഷമാണ് നെവിലിന് ബോധം വരുന്നത്. അവൻ നോക്കുമ്പോൾ അന്നയും അവളുടെ കൂടെ ഒരു പയ്യനും നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ഈതൻ എന്നാണ്. ഈ ഒരു അവസരത്തിലാണ് അവൾ ആരാണെന്നും അവന്റെ മെസ്സേജ് കണ്ടിട്ടാണ് അവൾ അങ്ങോട്ട് വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ അവന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല അവൾ അവിടേക്ക് എത്തിപ്പെട്ട കാര്യങ്ങൾ കൂടെ അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് അവളും കുറെ ആളുകളും ഒരു കപ്പലിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സാധനങ്ങൾ കയറ്റാൻ വേണ്ടി ആ കപ്പൽ കരക്കെടുപ്പിച്ചു. ആ സമയത്താണ് ആ കപ്പലിലുള്ള ആളുകൾക്കൊക്കെ അസുഖം ബാധിച്ചത്. അങ്ങനെ അവരെല്ലാവരും സോംബികളായിട്ട് മാറി. 5 പേരാണ് അസുഖം ബാധിക്കാതെ ഉണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും ആ സോംബികൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ മെസ്സേജ് കിട്ടിയതും ഞാൻ ഇങ്ങോട്ട് വന്നതും. ഞാനിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നത് വെർമോണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ മലമുകളിൽ കൊടും തണുപ്പാണ്. അവിടെ ഒരിക്കലും ആ വൈറസിന് അതിജീവിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മളെപ്പോലെ രക്ഷപ്പെട്ട പല ആളുകളും ആ മലമുകളിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല. ഒന്നാമത്തെ കാര്യം അവിടെ അങ്ങനെ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. മാത്രമല്ല ഇതാണ് പ്രശ്നം ഉണ്ടായ സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് അവന്റെ കാലിൽ പറ്റിയ മുറിവിനെ കുറിച്ച് അവള് ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവൻ വീണ കെണിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. നീ ഈ കെണി കണ്ടില്ലേ, ഇതിലാണ് ഞാൻ കുടുങ്ങിയത്. പക്ഷെ ആ സോംബികൾ ഒരിക്കലും ഇങ്ങനെ ഒരു കെണി വെക്കാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനത്തെ ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും അവറ്റകൾക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും അങ്ങനെയുള്ള യാതൊരു ഫീലിംഗ്സും അവരിൽ ഉണ്ടാവത്തില്ല. അവരുടെ ചിന്ത ഒരേ ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും കൊല്ലുക. ഇത്ര മാത്രമേ അവറ്റകൾ ചിന്തിക്കത്തുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളും കൂടെ മറ്റൊരു ബിൽഡിംഗിൽ ഒരു പൂളിന്റെ അടുത്തിരിക്കുകയാണ്. ഈതനാണെങ്കിൽ ആ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവൻ അവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന് നന്നായിട്ട് തണുക്കുന്നത്. ആ കാര്യം അവൻ നെവിലിന്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്യുന്നു. അവൻ തണുക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നെവിലിന്റെ മനസ്സിൽ ഒരു ഐഡിയ വരികയാണ്. അതവൻ നേരത്തെ അവന്റെ ലാബിൽ കടത്തിരിക്കുന്ന സോംബി ഉണ്ടല്ലോ, എന്തുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് അതിന് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തോടാ, അതാണ് അവൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവൻ ആദ്യം കുറച്ച് ഐസ് സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ സോംബിയെ ഐസിന്റെ മുകളിലാണ് അവൻ കിടത്തുന്നത്. അതിനുശേഷം അവൻ ആ മരുന്ന് കുത്തിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ സമയമായിട്ട് ആ സോംബിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് അവൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. രാത്രിയായി കഴിയുമ്പോൾ അവൻ ആ ഷെൽട്ടറൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറത്തു നിന്നും ഒരു അലർച്ച കേൾക്കുന്നത്. കുറെ സോംബികൾ അവന്റെ വീടിന് നേരെയാണ് ഓടി വരുന്നത്. എന്തുകൊണ്ടാണ് അവറ്റകൾ അങ്ങോട്ട് വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് നേരത്തെ അവൻ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവന്റെ ബ്ലഡ് ഒക്കെ റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അന്ന അവന്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡ് കാരണമാണ് അവറ്റകൾ അവന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വീടിന്റെ ഷെൽട്ടർ മൊത്തം ക്ലോസ് ചെയ്യാണ്. മാത്രമല്ല ആ വീടിന്റെ പുറത്തായിട്ട് നല്ല പവറുള്ള കുറെ ലൈറ്റ് ഒക്കെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ വേഗം തന്നെ അതെല്ലാം ഓണാക്കാൻ തുടങ്ങി. എന്നാൽ കുറേയേറെ സോംബികൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവറ്റകൾ എല്ലാവരും കൂടെ ആ ലൈറ്റ് ഒക്കെ മൊത്തം തട്ടിമറിച്ചിടാണ്. എന്നാൽ ആ വീടിന്റെ ചുറ്റുമായിട്ട് അവൻ കുറെ ബോംബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ അതെല്ലാം ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കുറെ സോംബികൾ ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ സോംബികളും ചത്തിട്ടില്ല. ബാക്കിയുള്ള സോംബികളൊക്കെ വേഗം തന്നെ അവന്റെ വീടും പൊളിച്ച് അകത്തേക്ക് കയറാണ്.
അങ്ങനെ കുറെ സമയം അവൻ ആ സോംബികളുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അവറ്റകളെ കൊഴിഞ്ഞു മാറിയിട്ട് അവനും അന്നയും കൂടെ നേരെ പോകുന്നത് ആ ലാബിലേക്കാണ്. ആ ലാബിൽ ആ സോംബിയെ കടത്തിയിട്ടുണ്ടല്ലോ, ആ റൂമിന്റെ അകത്തേക്കാണ് അവർ 3 പേരും ചെല്ലുന്നത്. അതിനുശേഷം അവിടുത്തെ ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ സോംബികളുടെ ലീഡറും വേറെ കുറെ സോംബികളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവറ്റകളെല്ലാവരും കൂട്ടത്തോടെ ആ ഗ്ലാസിന്റെ ഡോറ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നെവിലാണെങ്കിൽ അവറ്റകളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിത്തരാം എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവറ്റകൾ അതൊന്നും കേൾക്കുന്നില്ല. ആ ലീഡർ ആണെങ്കിൽ ആ ഗ്ലാസ് തല്ലിപ്പൊളിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ലീഡർ ആ ഗ്ലാസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നത്. അതൊരു ബട്ടർഫ്ലൈയുടെ ചിത്രമാണ്. ഇതേ ചിത്രമാണ് അവൻ അവിടെ കിടത്തിയിരിക്കുന്ന ആ സോംബിയുടെ കഴുത്തിലുള്ളത്. അതിൽ നിന്നും നെവിലിന് ഒരു കാര്യം മനസ്സിലായി. ആ സോംബിയുടെ ഗേൾ ഫ്രണ്ട് ആണ് താൻ അകത്ത് കിടത്തിയിരിക്കുന്ന സോംബി. അപ്പോൾ അവൻ വിചാരിച്ചു വെച്ചതൊക്കെ തെറ്റായിരുന്നു. സോംബികളാണെങ്കിലും അവറ്റകൾക്ക് ബുദ്ധിയുണ്ട്. മാത്രമല്ല അവറ്റകൾക്ക് സ്നേഹിക്കാനും കഴിയും. തന്റെ ഗേൾ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടാനാണ് ആ സോംബി ഇത്രയും പരാക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെവിലിന് മറ്റൊരു നിവൃത്തിയുമില്ല, അതിന് തിരിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ അവൻ ഉടനെ തന്നെ അതിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ട്യൂബൊക്കെ അവൻ ഊരി മാറ്റാൻ തുടങ്ങി. അവന്റെ ആ ചികിത്സ ശരിക്കും ഫലിച്ചതാണ്. അതിന്റെ അസുഖമൊക്കെ മാറി തുടങ്ങിയതായിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അതിനെ പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. എന്നാൽ മറ്റേ സോംബി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ തിരിച്ചു കൊടുക്കാന്നല്ലാതെ നെവിലിന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ഉടനെ തന്നെ അവൻ ആ പെൺ സോംബിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം ബാക്കിയുള്ള സോംബികൾ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്ന ലീഡർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ വേഗം തന്നെ നെവിൽ അതിന്റെ ഗേൾ ഫ്രണ്ടിനെ ആ സോംബിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ പെൺ സോംബിക്ക് ബോധം വന്നിട്ടുണ്ട്. അതിന്റെ ഇണയെ കാണുമ്പോൾ ആ പെൺ സോംബിക്ക് ശരിക്കും സന്തോഷമായി. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആ സോംബി വേഗം തന്നെ അതിന്റെ ഇണയെ പൊക്കിയെടുക്കുന്നു. ഈ സമയം നെവിൽ ആണെങ്കിൽ അതിന്റെ അടുത്തൊരു സോറി പറയുന്നുണ്ട്. എന്നാൽ സോംബി ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അവനെ നോക്കി ഒന്ന് അലറുകയാണ്. ഈ സമയത്താണ് ആ സോംബി അവിടെ വെച്ചിരിക്കുന്ന കുറെ പിക്ചേഴ്സ് കാണുന്നത്. അത് നെവിൽ എക്സ്പെരിമെന്റ്സ് നടത്തിയ മറ്റുള്ള സോംബികളുടെ ചിത്രങ്ങളാണ്. അത് കാണുമ്പോൾ വളരെ ദയനീയമായിട്ടാണ് ആ സോംബി നെവിലിനെ നോക്കുന്നത്. ഒന്നാമത് ആ സോംബികളുമായിട്ടുള്ള ഫൈറ്റിൽ അവന് മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ സോംബിയായിട്ട് മാറും എന്നാണ് ആ സോംബികൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും വളരെ ദയനീയമായി അവനൊന്ന് നോക്കിയതിനു ശേഷം അവൻ ഒന്നും ചെയ്യാതെ അവറ്റകൾ പുറത്തേക്ക് പോകുന്നത്. അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് നെവിൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അന്ന പറഞ്ഞ പോലെ വെർമോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നെവിൽ അയച്ചതുപോലെ ഒരു മെസ്സേജ് അവൾ AM ഫ്രീക്വൻസി വഴി അയക്കുന്നുണ്ട്. അതിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പേര് അന്ന എന്നാണ്. ഞാൻ ഡോക്ടർ നെവിലിന്റെയും ഈതൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയും ഒപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂട്ട് 17 വെർമോണ്ടിലെ ബേത്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവരും റേഡിയോ ഓൺ ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും തനിച്ചല്ല, പ്രതീക്ഷയ്ക്കുള്ള വക ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ ആ മെസ്സേജിൽ പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.